നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ കഥയാണ് ഒരു രാജവെമ്പാലയുടെ അന്ത്യം. പണ്ടൊരു കാട്ടിലൊരു രാജവെമ്പാല താമസിച്ചിരുന്നു. അവൻ എലികളെയും തവളകളെയും മുയലുകളെയും ഒക്കെ പിടിച്ചു തിന്ന് സുഖമായി ജീവിച്ചു പോന്നു. ദിവസം കഴിയുന്തോറും അവൻ തടിച്ചു കൊഴുത്തു വന്നു. വലിപ്പം വെച്ചതോടെ അവൻ്റെ അഹങ്കാരവും കൂടി. കാട്ടിലെ രാജാവാണ് താനെന്ന് പോലും അവന് തോന്നി തുടങ്ങി. രാജാവായ തനിക്കുള്ള പുതിയ വാസസ്ഥലമായി അവൻ കണ്ടെത്തിയതൊരു വൻമരത്തിലെ മാളമാണ്. ആ മരത്തിനടുത്തായി ഒരു ഉറുമ്പിൻ കൂന കണ്ടവൻ അലറി, കാടിൻ്റെ രാജാവായ രാജവെമ്പാലയാണ് ഞാൻ. എൻ്റെ വാസസ്ഥലത്തിന് മുന്നിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകൂ. എന്നാൽ ഉറുമ്പുകളാകട്ടെ രാജവെമ്പാലയുടെ ജൽപ്പനങ്ങളൊന്നും തീരെ കൂട്ടാക്കിയില്ല. ഇതുകണ്ട് ദേഷ്യം മൂത്ത രാജവെമ്പാല തൻ്റെ തടിച്ച വാൾ കൊണ്ട് ഉറുമ്പിൻ കൂട് അടിച്ചു തകർത്തു. തകർന്ന കൂനയിൽ നിന്ന് ആയിരക്കണക്കിന് ഉറുമ്പുകൾ ഇറങ്ങി വന്ന് രാജവെമ്പാലയെ പൊതിഞ്ഞു. തന്നെ ആസകലം പൊതിഞ്ഞ ഉറുമ്പുകളുടെ കടിയേറ്റ് രാജവെമ്പാല വേദന കൊണ്ട് പുളഞ്ഞു. ഉറുമ്പുകളുടെ എണ്ണവും കടിയും അനുനിമിഷം ഏറിക്കൊണ്ടിരുന്നു. ഉറുമ്പുകളെ കുടഞ്ഞെറിയാൻ അവൻ വളരെ ശ്രമിച്ചെങ്കിലും ബലമുണ്ടായില്ല. അങ്ങനെ കുറച്ചു നേരത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം അവൻ പിടഞ്ഞു മരിച്ചു. ഈ കഥയുടെ സാരാംശം ഇതാണ്: അഹങ്കാരം പതനത്തിൻ്റെ മുന്നോടി. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.